അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്നലെ മുതൽ ചില മാധ്യമങ്ങളിൽ കണ്ടിരുന്നൊരു വാർത്തയാണ്. കാസർഗോഡ് ഭാഗത്ത് 18 വയസ്സുള്ള ആമിന നുസ്ഹ എന്ന് പേരുള്ള ഈ ഒരു പെൺകുട്ടി റീചാർജ് ചെയ്യാൻ ഒരു 1500 രൂപ ഉപ്പാട് ചോദിച്ചു. അങ്ങനെ 1300 രൂപ ഉപ്പാക്ക് കൊടുക്കാനുണ്ടായുള്ളൂ. ബാക്കി 200 രൂപ നാളെ തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തു. അങ്ങനെ ഈ പെൺകുട്ടി മരണപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. എനിക്കത് അങ്ങോട്ട് കേട്ട് വിശ്വസിക്കാനൊരു പ്രയാസം. ഇങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുമോ? അപ്പോൾ ഈ പെൺകുട്ടി ഇതിൽ മാധ്യമങ്ങളിലൊക്കെ ഓൺലൈനിലൊക്കെ വരുന്ന വാർത്തകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ പെൺകുട്ടിക്ക് ഉപ്പാനെ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്. ഉപ്പാക്ക് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആമിന ഒരു 1500 രൂപയാണ് റീചാർജ് ചോദിച്ചത്. 1500 രൂപയ്ക്ക് എന്ത് റീചാർജാണ്? ഒരു വർഷത്തിൽ 6 മാസത്തെ പാക്കേജ് ആയിരിക്കും. അങ്ങനെ 1500 രൂപയ്ക്ക് ഉപ്പ കൊടുത്തത് 1300 രൂപയാണ് അത്രേ. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായി. ഈ പെൺകുട്ടി പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തേക്ക് പോയിട്ടിടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് എലിക്ക് ഇതാക്കുന്ന സാധനം വാങ്ങിയിട്ട് കഴിച്ചു. അങ്ങനെ ഒന്നും പറയാതെ ഇത് സ്ഥാപനത്തിൽ പഠിക്കാൻ പോയി. പഠിക്കുന്നിടത്ത് ഈ പെൺകുട്ടി കുഴഞ്ഞു വീണു, ഛർദിയൊക്കെ തുടങ്ങി. അങ്ങനെ അവർ കാസർഗോഡത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത് ഞാനിങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതോടുകൂടി കോഴിക്കോട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വൃക്ക മാറ്റി വെക്കേണ്ടുന്നൊരു ഗതികേടിലായി. 11 ദിവസമാണ് ഈ കുട്ടി വേദന സഹിച്ചിട്ട് ചികിത്സയിൽ കഴിഞ്ഞത്. ഇത്ര കാശ് മുടക്കിയാലും ഉള്ള പൊന്നുമോളെ ജീവനോടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്നേഹനിധിയാ ഉപ്പ ഒരുപാട് പ്രയത്നിച്ചു. പക്ഷേ പടച്ചോൻ്റെ വിധി, കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി സ്വകാര്യ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഈ ഓൺലൈനുകളിലും മാധ്യമങ്ങളിലും വന്ന മെസ്സേജുകൾ ഇങ്ങനെയായിരുന്നു. എന്നാലും ഒരു 200 രൂപ നാളെ തരാമെന്ന് പറയുമ്പോഴേക്കും ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുമോ? അതാണ് പിന്നെ സംശയം. വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ട്. ഈ ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും രക്ഷിതാക്കൾ അറിയലില്ല. ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്ന് തൂങ്ങിയിരുന്നിരിക്കുന്ന സ്വഭാവത്തിനല്ല, അല്ലെങ്കിൽ അങ്ങനെ അങ്ങേയറ്റം എത്തുന്നത് മാത്രമല്ല ഡിപ്രഷൻ. പിന്നെ ചിലർ ചോദിക്കും കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുമോ? ചെറിയ കുട്ടികൾക്കടക്കം മുതിർന്നവർക്കൊക്കെ ഡിപ്രഷനുണ്ട്. ഡിപ്രഷന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടിക്കൊരു പക്ഷേ അങ്ങനെ ഡിപ്രഷൻ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഇടയിലായിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു റീചാർജിൻ്റെ വിഷയം വന്നിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് സങ്കടം സഹിക്കാൻ പറ്റാതെ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇങ്ങനെ കൊണ്ടേ കലാശി. ഞാൻ എൻ്റെ നാട്ടിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു പെൺകുട്ടിനെ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ വേണ്ടിയിട്ട് പെൺകുട്ടി ഇമ്മാട് ചോദിച്ചു, ഞാൻ ടൂറിന് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, ഇന്ന അമ്മ പറഞ്ഞേക്കാൻ. ഇപ്പോൾ ആ വീട്ടുകാർ ഈ പെൺകുട്ടിനെ ടൂറിന് പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല, പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി കുറച്ച് ഇതുപോലെ എലിക്ക് ഉപയോഗിക്കുന്ന സാധനം എടുത്തിട്ട് ഞാൻ ഇപ്പം തിന്നും ഇന്നെ വേഗം പറഞ്ഞാച്ചോ എന്ന് പറഞ്ഞു ഉമ്മാനെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്താൻ. ഇതിലെപ്പോഴോ ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയാതെ കുറച്ച് നാവിൽ കൊണ്ട് ഈ കുട്ടി അത് പറഞ്ഞില്ല. അങ്ങനെ ഛർദി തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു റമദാനിലാണ് ഈ കുട്ടി മരണപ്പെട്ടത്. സംഗതി എന്തായിരുന്നു? ഉമ്മാനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിയതാണ്. ഒരു 200 രൂപേൻ്റെ പേരിൽ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യില്ല. ഒരു പക്ഷേ കുട്ടിക്ക് വല്ല ഡിപ്രഷൻ, അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുക. കുട്ടികൾക്ക് കൗമാരക്കാർക്കിടയിൽ ഡിപ്രഷൻ ഒരു ഭയങ്കര വർധനവുണ്ട്. ഒന്ന് പഠനഭാരം കൊണ്ട് സംഭവിക്കാം, അങ്ങനെ ഭയങ്കര സമ്മർദ്ദം കാരണം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ജനിതകമായിട്ട് ഡിപ്രഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾക്ക് അഡോളസൻസ് പ്രായം, ഈ ഒരു കൗമാരക്കാലത്ത് പല ഹോർമോണുകളുടെ മാറ്റം കൊണ്ട്, ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിപ്രഷനിലാവുന്ന ആളുകൾ സ്വതന്ത്ര മനസ്സോട് കൂടിയിട്ടല്ല തീരുമാനിക്കുക. അവർ നമ്മൾ വിചാരിക്കണ പോലെയുള്ള അവർക്കൊരു പക്ഷേ ഭക്ഷണം വേണ്ട തീരുമാനിക്കുന്ന കുട്ടികളാവും. അല്ലെങ്കിൽ നല്ലോണം ഭക്ഷണം കഴിക്കും, ഉറക്കം നഷ്ടപ്പെടും. ഇങ്ങനെ പല അടയാളങ്ങളുണ്ട്. ഒരു 2 ആഴ്ചയോളം ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ നമ്മുടെ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഡിപ്രഷനാണ്. ഒന്ന്, ഉറക്കം പ്രോപ്പർ അല്ല, കുട്ടി തീരെ ഉറങ്ങണില്ല, വളരെ വൈകിട്ടാണ് ഉറങ്ങുന്നത്. മൊബൈൽ നോക്കിയിരുന്നാലും ഈ ഡിപ്രഷൻ വരട്ടോ. നിരന്തരം സോഷ്യൽ മീഡിയ ഉപയോഗം ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം അമിതമായിട്ട് കഴിക്കുക, ദൈനംദിന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, കുളിക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിലൊക്കെ വീഴ്ച വരുത്തുക. ഇതൊരു 2 ആഴ്ചയോളം ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഡിപ്രഷനാണ്. ഡിപ്രഷൻ ആണെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. എന്തിനാണ് അതിൽ മടിയാണിക്കണം? എന്തിനാണ് കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് പരിഹരിക്കുക. ഈ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ഡിപ്രഷന് ഉണ്ടാവാൻ കാരണാവലുണ്ട്. നൈരാശ്യം, അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കളുമായുള്ള എന്തെങ്കിലും ബ്രേക്കപ്പ്, അല്ലെങ്കിൽ അവരുമായുള്ള ഇഷ്യൂ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് കേൾക്കുന്ന ഒരു കാരണമാണ് TV വെക്കാൻ സമ്മതിക്കാത്തതിന്, റിമോട്ട് പിടിച്ചതിന്, മൊബൈൽ കൊടുക്കാത്തതിന്. സത്യത്തിൽ ഈ കുട്ടി ഡിപ്രഷനിലാണ്. ആ ഡിപ്രഷൻ്റെ ഇടയിലാണ് അതിനെ തീ കൊടുക്കുന്ന ഒരു കാരണമായിരിക്കും എന്തുണ്ടാവുക, മൊബൈൽ കുട്ടി സ്കൂൾ വിട്ട് വന്നിട്ട് മൊബൈൽ ചോദിച്ച് അത് കൊടുക്കാത്തതിലാണ് കുട്ടി ഇത് ചെയ്തത് എന്ന്. അപ്പോൾ കുട്ടി ഇത് ചെയ്യാനുള്ളൊരു കാരണം സത്യത്തിൽ എന്തല്ല, മൊബൈൽ കൊടുക്കാത്തത് കൊണ്ടല്ല. കുട്ടി ഡിപ്രഷനിലൂടെ പോകുന്ന കുട്ടിയാണ്. ആ ഡിപ്രഷനിൽ പോകുന്ന കുട്ടിക്ക് ഒരു തീപ്പൊരി, നമ്മളൊരു ബോംബ് കൊണ്ടുവച്ചിട്ട്
അവിടെ കൊണ്ടുപോയിട്ട് തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരുതിയിട്ട് ഇട്ടിട്ട് നമ്മൾ തീ പിടിച്ചു കഴിഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളി അല്ല കുറ്റക്കാരൻ, മറിച്ച് അവിടെ ബോംബ് ഉണ്ടായിരുന്നതാണ് കുറ്റക്കാരൻ. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ അവിടെ ഉണ്ട്. ആ അവസ്ഥയ്ക്ക് തീ കൊടുക്കുന്നതായിരിക്കും ചില റീസൺസ്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഒരു 1500 രൂപ റീചാർജ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് 1300 റുപ്യ കൊടുത്ത് 200 റുപ്യ നാളെ തരാമെന്ന് പറയുമ്പോഴേക്ക് അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല കാരണം ഉണ്ടാവുക, അതല്ല കാരണം. മറ്റെന്തൊക്കെയോ ഡിപ്രഷൻ അവസ്ഥകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആകെ തലതാഴ്ത്തിയിട്ട് വല്ല മാനസിക ഭ്രാന്തി കാണിക്കുന്നവരല്ല. നമുക്കിടയിലുള്ള പല കുട്ടികളും ഈ ഡിപ്രഷനിലെ ആളുകൾ പൊടുന്നനെ ചൂടാവും. ഇമോഷണലി അവർ ഇൻബാലൻസിങ് ആണ്, വീക്കാണ്, പെട്ടെന്ന് ചൂടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഡിപ്രഷനിലാണ്. ഇപ്പം ചില ആളുകൾക്ക് +2 ഒക്കെ കഴിഞ്ഞിട്ട് വേറെ കോഴ്സ് കിട്ടണില്ല, അവർക്ക് ഉദ്ദേശിച്ച സീറ്റ് കിട്ടണില്ല കോളേജിൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കൂടെ ഉള്ളവർക്കൊക്കെ അലോട്ട്മെന്റിൽ കിട്ടി, എനിക്ക് കിട്ടിയില്ല, ഡിപ്രഷൻ വരാം. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് പരിഹരിക്കുക വേണ്ടത്. അല്ലാതെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യില്ല, കുട്ടി ഇങ്ങനെ ഭയങ്കര ദേഷ്യക്കാരിയാണ്, മൊബൈൽ നോക്കിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കാരണം കണ്ടെത്തിയിരുന്നാൽ മാത്രം പോരാ. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മരുന്ന് കഴിക്കേണ്ടതാണെങ്കിൽ മരുന്ന് കൊടുക്കണം, കാരണം ഇത് മാറണ്ടേ. എന്തായാലും വളരെ വിഷമകരമായി നമ്മുടെ മക്കളുടെ ഒരു അവസ്ഥ വളരെ മോശമാണ്. ഈ കാസർഗോഡ് ഭാഗത്ത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടയിൽ 12ഓളം ആളുകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. പലരും നേരത്തെ ഇത് കഴിച്ചത് പറയില്ല, പറയാതെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീടാണ് അവസാനം അറിയുക. മക്കൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പല കാരണങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗം ഒരു കാരണമാണ്, സുഹൃത്തുക്കൾ പിൻവാങ്ങുന്നത്, ബ്രേക്കപ്പ്, അതോടൊപ്പം തന്നെ വല്ല പ്രണയ നൈരാശ്യങ്ങൾ, ജനിതകമായിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലുള്ള അച്ഛൻ അമ്മ അല്ലെങ്കിൽ വാപ്പ ഉമ്മ തമ്മിലുള്ള ഇഷ്യൂസ്, എപ്പോഴും ഈ മക്കളുടെ വിഷയങ്ങൾ കേൾക്കാതാവുക. ഈ മക്കൾ പറയുന്നത് ഉപ്പിയൊന്നും തീരെ കേൾക്കില്ല, അവരിങ്ങനെ ഒരു ഹെലികോപ്റ്റർ പാരന്റിങ് അങ്ങനെ അടിച്ചേൽപ്പിക്കും. അപ്പോൾ അവർക്കൊരു പറയാനും മറ്റു സ്പേസ് ഇല്ല. അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഈ കുട്ടികൾക്ക് എന്തുണ്ടാവും, ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മൂഡിലേക്ക് പോകാം. ഡിപ്രഷൻ മൂഡിലേക്ക് പോയാൽ ചെറിയ തീപ്പൊരി ഉണ്ടായാൽ മതി, അവരെന്ത് ചെയ്യും, ഇത്തരം ഡിസിഷൻ എടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കാരണത്തെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, മറിച്ചത് ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന മൂഡ് വന്നതിന് നമ്മൾ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതൊരു വലിയ സങ്കടകരമായൊരു വാർത്തയാണ് നമ്മൾ ഈ കാസർഗോഡ് നിന്ന് കേട്ടത്. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന ഒന്നായിട്ട് മാറി എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ കേട്ടൊരു വാർത്തയാണ്. ഖത്തറിൽ നിന്ന് 2 മലയാളി കുടുംബങ്ങൾ ഉംറക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ നാടിനടുത്തുള്ള കുറ്റിപ്പുറം രാങ്ങാട്ടൂരിലുള്ള റഹീന എന്ന് പേരുള്ള 52 വയസ്സുള്ള ഉമ്മയും ഒരു മകൾ ഡോക്ടർ നഹിലയും 24 വയസ്സ് 29 വയസ്സൊക്കെ അവർക്കുള്ളൂ. ആ അപകടത്തിൽ അവർ ഉംറ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവരുടെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ വെച്ചിട്ട് ഇവരുടെ മേത്തേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വണ്ടിയിലേക്ക് കാറിലേക്ക് വന്ന് ഇടിച്ചത്. ഇങ്ങനെ പറന്നു വന്നിട്ട് എങ്കേയും എപ്പോന്ന് പറഞ്ഞ സിനിമയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ചില്ലെന്ത് ചെയ്തു, കാണാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ട് ഈ 2 പേര് മരണപ്പെട്ടു എന്ന് കേട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഉംറ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇവരുടെ ഫാമിലിയൊക്കെ ഗൾഫിൽ സെറ്റിലാണ്. ഈ ഒരു മരണപ്പെട്ട ഡോക്ടറുടെ ഭർത്താവ് അവിടെയാണ്, അതേപോലെ മരണപ്പെട്ട ഉമ്മയുടെ ഭർത്താവൊക്കെ അവിടെയാണ് ഉള്ളത്. അവരൊക്കെ മയ്യത്തും നാട്ടിൽ കൊണ്ടുവരാൻ സാധ്യതയൊന്നും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട അറിയുന്ന ആളുകളെ അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞു വരുന്നൊരു കാര്യം ഇങ്ങനെയാണ്, കുട്ടികളുടെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് കൗമാരക്കാർക്ക് ഈ പ്രശ്നങ്ങളുമായിട്ട് കൗൺസിലിങ്ങിന് വരാറുണ്ട്. കൗമാരക്കാർ മാത്രമല്ല, ജോലിയൊക്കെ ചെയ്യുന്ന വലിയ ആളുകളാണെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള മെഡിറ്റേഷനും അതേപോലെ മൈൻഡ് തെറാപ്പി, നമ്മൾ ശരീരത്തിന് അപകടം പറ്റിയാൽ ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് പോലെ മൈൻഡ് തെറാപ്പി ഉണ്ട്. ഈ മൈൻഡ് തെറാപ്പി ചെയ്യുന്ന സമയത്ത് 1-2 സ്കിസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ നല്ല ആരോഗ്യത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു, ലൈഫിലേക്ക് തിരിച്ചു വരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ സേവ് ചെയ്യുക. അല്ലാതെ നമ്മളൊരിക്കലും നമ്മളെ മക്കളെ കുറ്റപ്പെടുത്തരുത്. ഈ മക്കളൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താം. പൊന്നുമോൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. മാനസികമായിട്ട് തകർന്നൊരു നിമിഷത്തിൽ തോന്നലാവാം. അപ്പോൾ ആ കാസർഗോഡ് ഭാഗത്ത് പലതും ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ട്. നാളെ നമ്മുടെ മക്കൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, മക്കളുടെ കാര്യം ശ്രദ്ധിക്കുക. കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കുക. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന കേസുകളിലൊക്കെ ഒട്ടുമിക്കതും പറഞ്ഞതുപോലെ ചെയ്തിട്ടുള്ളവരിൽ 100% വിജയമുണ്ടായിട്ടുണ്ട്, മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനെന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു പള്ളിയുടെ പേര് പറയാം, ആ പള്ളി എവിടെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ചോദ്യം. മിഷ്കാൽ പള്ളി ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ്. മിഷ്കാൽ പള്ളി നമ്മുടെ കേരളത്തിലാണ്, മലബാറിലാണ്. ഈ പള്ളി പോർച്ചുഗീസുകാരുമായിട്ട് പോരാട്ട സമയത്തും സാന്നിധ്യമുണ്ടായിരുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിക്ക് മുൻപിൽ പറങ്കികളുടെ ആക്രമണത്തിനിരയായി ഈ പള്ളിയിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഫുട്ബോളിൻ്റെ ഫ്ലക്സ് വെച്ചതൊക്കെ വലിയ വിവാദവും വാർത്തയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മിഷ്കാൽ പള്ളി എവിടെയാണ്? ഞാൻ ക്ലൂ പറയാം. ഒന്ന് കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്. ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.